ഈവൻ നമ്മുടെ പാരന്റ്സിനോട് ചോദിക്കുമ്പോൾ വരെ അവർ ചീത്ത പറയുക ചെയ്യാം. ടീച്ചേഴ്സിനോട് വരെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാലും അവർ ചീത്ത പറയും. ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ആ ചേഞ്ചസ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങണമെന്നുള്ളൊരു ഫാക്ടിലാണ് നമ്മുടെ ഡിസ്കഷൻ പോയിന്റ് തന്നെ വരുന്നത്. കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ആയി കാര്യങ്ങൾ സംസാരിക്കാനെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇൻഫർമേഷൻ റൈറ്റ് ആവണമെന്നില്ല. അത് ഒരാളുടെ അടുത്ത് പറയാൻ പോലും മടി കാണിക്കുന്ന ഒരു പബ്ലിക്കാണ് നമുക്കുള്ളത്. വെച്ചാല് നമ്മുടെ ഉള്ളില് തന്നെ ഇത് പറയാന്നുള്ളതല്ല അവര് പഠിപ്പിക്കുക, ഉള്ളില് തന്നെ സപ്രസ് ചെയ്ത് ഉള്ളിൽ അതങ്ങ് ഒതുക്കിക്കോ, പിന്നെ അതുപോലത്തെ കാര്യങ്ങളാണ്. എല്ലാത്തിനും കുറ്റം പറയാൻ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഒരു കാര്യം ചേഞ്ച് ചെയ്യാൻ എപ്പോഴും എടുത്താപ്പ് കൊടുക്കുന്ന ആൾക്കാർ. അത് മൈൻഡ് ചെയ്യരുത്. അത് ആരോടും പറയണ്ട, ഫാമിലിയിലുള്ളതാണ്, ബന്ധുക്കളല്ലേ എന്നുള്ള രീതിക്ക് ഒതുക്കി കളയുന്ന കുറെ. കെട്ടിയോളാണ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് എല്ലാരും ചിന്തിച്ചിട്ടാണോ ഷോ ഇതൊക്കെയാണ് ഇതിന്റെ പ്രോബ്ലംസ്. നമുക്കൊരു ധാരണയുണ്ട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സെക്സ് ചെയ്യുന്നതിന്റെ ഒക്കെ റേറ്റ് അങ്ങോട്ട് കൂടുമെന്നൊക്കെ ഉള്ള ധാരണയുണ്ട് എല്ലാവർക്കും. ഇതിലൊരു ബേസ് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ പറഞ്ഞ എനിക്ക് പോലും നമ്മളാൾക്കാർ ജഡ്ജ് ചെയ്യുമ്പോൾ എന്നുള്ള ഭീകരമായ പേടിയാണ് പ്രശ്നം. കാരണം ഏതൊരു മനുഷ്യനും മോശമായിട്ടുള്ള ഒരു അപ്ബ്രിങ്ങിങ്ങിൽ വളർന്നു കഴിഞ്ഞാൽ അവന്റെ ചിന്താഗതികൾ മാറും. സ്കൂളിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ചിന്താഗതി വരും അല്ലെ. അതേപോലെ തന്നെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സെക്സ്. അതിനെക്കുറിച്ച് എഡ്യൂക്കേഷൻ വേണമെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഹലോ ഹായ്, വൺസ് അഗെയിൻ ഞങ്ങൾ പിന്നെ എത്തിയിരിക്കുകയാണ് ടീമായിട്ട്. ഞാനും വിഷും FKയും ഐശ്വര്യ ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നൊരു കിടിലൻ ടോപ്പിക്കായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്തായാലും കമന്റ് ബോക്സിൽ നല്ല ആറാടി അറിയും എല്ലാവരും. എന്തായാലും ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ ആണ്. അപ്പം സെക്സ് എഡ്യൂക്കേഷനിൽ ആ ഒരു ജനറേഷൻ ഗ്യാപ്പിനെ പറ്റിയിട്ടാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ 2 ജനറേഷൻ എന്തായാലും ഇവിടെ ഉണ്ട്. നമുക്കപ്പോ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പം എനിക്ക് ഫസ്റ്റ് ആയിട്ട് FK ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാല്, ഈ ഒരു സെക്സ് എഡ്യൂക്കേഷന്റെ കുറവ് ഉണ്ടോ നമ്മുടെ കൺട്രിയില്? നമ്മുടെ രാജ്യത്ത് സ്വാഭാവികമായിട്ടുണ്ട്. കാരണം വളരെ ലൈറ്റായിട്ടും ഒത്തിരി എന്താ പറയാ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാത്തൊരു ടോപ്പിക്കാണ് സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പല അഭിപ്രായമുണ്ട്. ടു ബി വെരി ഓണസ്റ്റ്, ഞങ്ങളുടെയൊക്കെ ജനറേഷൻ, അതായത് ഞങ്ങൾ 90s കിഡ്സിൽ അല്ലേ, അങ്ങനൊരു സെക്സ് എഡ്യൂക്കേഷൻ ആയിട്ടോ അങ്ങനത്തെ രീതിയിലൊന്നും ആരും പഠിപ്പിച്ചോ പറഞ്ഞോ തന്നിട്ടൊന്നുമില്ല. ഈവൻ ഇൻക്ലൂഡിങ് നമ്മൾ 8ാം ക്ലാസ്സിലാണ് ബയോളജിയിൽ റീപ്രൊഡക്ഷൻ പഠിക്കുന്നത്. അന്ന് ഞങ്ങളത് പഠിപ്പിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ വായിച്ചോ? അത് പഠിക്കാതിരിക്കും, പിന്നെ അതൊക്കെ പഠിക്കാതിരിക്കും. നമ്മളെല്ലാം പരീക്ഷ പാസ്സാകണ്ടേ? പരീക്ഷ പാസ്സാണ് നമ്മൾ പഠിക്കുമല്ലോ. ഈ റീപ്രൊഡക്ഷന്റെ ആ ചാപ്റ്റർ ഒന്നും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ടെക്നിക്കൽ ടേംസ് വായിച്ചു വിട്ടിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു ഡീറ്റെയിൽ നമ്മള് സ്വാഭാവികമായിട്ടും റിലേറ്റ് ചെയ്തങ്ങ് മനസ്സിലാക്കുകയാണ്. ശരിക്കും നമുക്ക് അറിയാവുന്നതും പറഞ്ഞു കേട്ടിട്ടുമായിട്ടുള്ള നമ്മളെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കുള്ള ഡിസ്കഷനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഇതൊക്കെ നമ്മള് ഇതാണ് അത് എന്നുള്ളതൊക്കെ. ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചപ്പോ അത്ര വലിയ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ ഞങ്ങൾ ഒരു ആൻസർ ശ്രദ്ധിച്ചോ? അത് തന്നെ ഞങ്ങൾ അത്ര ഓപ്പൺ അപ്പ് ആകാതെ വി ആർ ട്രെയിൻഡ് ദാറ്റ്, അല്ലെങ്കിൽ വി ആർ റേസ്ഡ് ദാറ്റ്. ഞങ്ങളുടെ ജനറേഷനിൽ മൊത്തത്തിലുള്ള ആൾക്കാരുടെ ഒരു സാധനമായിരിക്കും. ഇപ്പൊ ചിത്ര ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ ചിത്ര ഭയങ്കര കൂളായിട്ടാണ് അത് പറഞ്ഞത്. ഞാൻ ചില കാര്യങ്ങൾ നമ്മുടെ ചെറുതയുള്ള നമ്മുടെ ട്രെയിറ്റ് അല്ല നമ്മുടെ ശീലങ്ങള് അത് ബ്രേക്ക് ചെയ്ത് വരാനാണ്. അത് വലിയ സംഭവം ഒന്നും അല്ല, വളരെ കൂളായിട്ട് തന്നെ ഉണ്ടാക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്തോ അത് ഒരു ഇൻഹിബിഷൻ പോലെ ഒരു ഫീലിംഗ് ആണ്. എന്നും പറഞ്ഞ് മാറ്റങ്ങൾ ഇല്ല എന്നുള്ളതല്ല, മാറ്റങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷെ കുറെ കാര്യങ്ങൾ മാറാനുണ്ട് എന്നുള്ളൊരു സാഹചര്യം, അതായത് ഓപ്പൺ അപ്പ് ഡിസ്കഷൻ കുറെ കാര്യങ്ങളിൽ വരാനുണ്ട്. ഇതേപോലെ പലരും ട്രെയിൻഡ് ആവാനുണ്ട്. അങ്ങനെ പിന്നെ ഇപ്പൊ റിലീജിയസ്ലി എടുക്കുകയാണെങ്കിൽ പല ഇതിലും ഉണ്ടാകും. പക്ഷെ അന്നാ നമ്മളൊരു ഇപ്പൊ പഠിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവുകയോ അതിനുള്ളൊരു കൗൺസിലിങ്ങോ പ്രോപ്പറായിട്ടുള്ളൊരു അങ്ങനെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമൊന്നുമില്ല. ഇതെല്ലാം അമച്വർ രീതിയിലാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. കാരണം നമ്മൾ പഠിക്കുന്നത് എങ്ങനെ, നമ്മുടെ ഫ്രണ്ട്സിന് ഇതിൽ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടോ? അതില്ല. അപ്പൊ എല്ലാം നമ്മൾ ഭയങ്കര അമച്വർ ആയിട്ടാണ് പഠിച്ച് ഇപ്പോഴായാലും അതുണ്ട്. ഈ ജനറേഷനിലായാലും ഈ പഠിപ്പിക്കാതെ സ്കിപ്പ് ചെയ്തു പോകുന്ന ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ
എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആ ടീച്ചർ കിട്ടിയിട്ടില്ല. 90s കിട്ടായിരിക്കും. ഞാൻ 10th പഠിക്കുമ്പോ ഞങ്ങളെ ആ ചാപ്റ്റർ മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ അല്ല, ഞങ്ങള് പഠിച്ചിട്ടുണ്ടോ, വായിച്ചു വിട്ടിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ ഇതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ഇതിന് ടെക്നിക്കലി ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളൊരു ഇത് മാത്രമാണ് ഇതുള്ളത്. ഇതില് പക്ഷെ പല ആൾക്കാരുടെയും ടീച്ചിങ് മെത്തേഡ്സ് ഡിഫറെന്റ് ആണ്. ഇതിപ്പം സോഷ്യൽ സ്റ്റഡീസ് ആണെങ്കിൽ കൂടി നമ്മളൊക്കെ പഠിച്ച് ചില നമ്മൾ ശാരദ മിസ്സൊക്കെ നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയുമായിരുന്നു. പക്ഷെ ചില ടീച്ചേഴ്സ് അങ്ങനെയല്ല, ഓരോരുത്തരും പഠിപ്പിക്കുന്ന രീതിയിൽ വരുന്ന വ്യത്യാസം കൊണ്ടും ഇതുണ്ടാവും. എനിക്ക് തോന്നുന്നത് അപ്പാർട്ട് ഫ്രം നമ്മുടെ എന്താ പറയുന്ന അക്കാഡമിക്സിൽ നിന്ന് ഈ സബ്ജക്റ്റ് അല്ലാതെ തന്നെ കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഡിഫറെന്റ്ലി, കാരണം അതിൽ ഇമോഷൻസ് ഇതെല്ലാം മനസ്സിലാക്കണം. നമ്മൾ ഒരു സബ്ജക്ട് പഠിപ്പിക്കുമ്പോഴത്തേക്ക് അതില് അവിടെ ഇമോഷൻ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നില്ല. പക്ഷെ ഇത് ഇമോഷൻസിനെ കണക്ട് ചെയ്ത് എല്ലാരും പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ഫിസിക്കൽ ചേഞ്ച് വരുന്നതിന്റെ ഒപ്പം തന്നെ ഓരോരുത്തർക്കും മെന്റലി അതിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ ലൈഫിലെ പല സിറ്റുവേഷൻസിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെരുമാറാമായിരുന്നു എന്ന് പിന്നീട് ഇതിൽ കുറച്ചും കൂടി അറിയില്ല. സൈക്കോളജിക്കലി വരുന്ന ഫാക്ടേഴ്സും കൂടി ഉണ്ട്. അപ്പൊ നമുക്കൊരിക്കലും നമ്മുടെ അക്കാഡമിക്സിൽ ഇത് പ്രോപ്പറായിട്ട് പഠിപ്പിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതായത് നമ്മളെ റിലേറ്റ് ചെയ്ത് അത് തിയറിറ്റിക്കലും ടെക്നിക്കലായിട്ടുള്ള ഇൻഫർമേഷനാണ്. പക്ഷെ ഒബ്വിയസ്ലി ഇത് കുറച്ചും കൂടി കാരണം നമുക്ക് വരുന്ന ബയോളജി ടീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് സൈക്കോളജി വേറൊരു കാര്യമോ സംഭവങ്ങളൊന്നും അറിയില്ല. അവരാ അക്കാഡമിക്സിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഇത് പക്ഷെ കുറച്ചും കൂടി ഹ്യൂമൻ ഇതുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ഓരോരുത്തരും എങ്ങനെ അത് എടുക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കി വേണം പറയാൻ. അപ്പൊ ഇത് സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് തന്നെ വേണം. കൗൺസിലിംഗിന്റെ കുറവെന്ന് പറയുന്നത് ഇപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാലേ എന്താ നിങ്ങൾക്ക് ജിക്ക് ഉണ്ടായിരുന്നോ ഒരു സബ്ജക്റ്റ് ആയിട്ട്? ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ജി കെ എന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിക്സിൽ വരുന്ന ഒരു കാര്യമില്ല. അത് നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ഒരു സംഭവമാണ്. അതിന്റെ മാർക്സോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വരുന്നതല്ല. അതേപോലത്തെ തന്നെ സംഭവം ജനറൽ നോളജ് വേണ്ട പോലെ തന്നെ നമുക്ക് വേണ്ട ഒരു സംഭവമാണ് സെക്സ് എഡ്യൂക്കേഷൻ. അതിൽ മാർക്കും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്കിത് അറിഞ്ഞിരിക്കുക, നമ്മളത് മെന്റലി കണക്റ്റഡ് ആവുക എന്നുള്ളതാണ്. ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് അത് വേറെ രീതിക്കാണ് എല്ലാവരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനൊരു ഗുഡ് ഫേസ് ആണുള്ളത്. നമ്മളിപ്പോ ചെറുപ്പം മുതലേ നമ്മള് ഇതിനെ കുറച്ച് എന്തെങ്കിലും കേൾക്കുക അറിയായിട്ട് നമ്മള് ഈവൻ നമ്മുടെ പാരന്റ്സിനോട് ചോദിക്കുമ്പോ വരെ അവർ ചീത്ത പറയുക ചെയ്യാം. ടീച്ചേഴ്സിനോട് വരെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാലും അവർ ചീത്ത പറയുക ചെയ്യാം. അപ്പൊ നമ്മുടെ ചെറുപ്പം മുതലേ മൈൻഡിൽ എന്താ ഇത് പറയാൻ പാടാത്ത കാര്യമാണ്. പക്ഷെ ഇത് നോർമൽ ആയിട്ടുള്ള കാര്യമില്ല. ഇതിന്റെ നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല, നിങ്ങൾ ഈ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് കേട്ട അറിവാണ്. പക്ഷെ അതൊക്കെ കറക്റ്റ് ആവുന്നുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാണ്ടാവുമ്പോ ഉണ്ടാവുന്ന പ്രശ്നങ്ങളില്ല ഇവിടെ ഒത്തിരി ഉണ്ട്. അത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അമച്ചർ ആയിട്ടാണ് നമ്മളിതൊക്കെ അറിയുന്നത്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളിൽ നിന്ന് അറിയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ആ ചേഞ്ചസ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങണമെന്നുള്ളൊരു ഫാക്റ്റിലാണ് നമ്മുടെ ഡിസ്കഷൻ പോയിന്റ് തന്നെ വരുന്നത്. കാരണം ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ഒത്തിരി ഉണ്ട്. സർട്ടിഫൈഡ് ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഒരു 5 വർഷം മുന്നേ അവരുടെയൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുടെ കമന്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയായിരുന്നു നമ്മളുടെ അതിനകത്തുള്ള ദാരിദ്ര്യം എത്ര ഉണ്ടെന്നുള്ള കാര്യം. പക്ഷെ ഇപ്പൊ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അസ്ലാം അലി എന്ന് പറയുന്നൊരു യൂട്യൂബർ ഇൻഫ്ലുവൻസർ ഉണ്ട്. പുള്ളിക്കാരി ഈ കുറച്ചു കാലം ആയിട്ടുള്ളൂ. ആദ്യം നോർമൽ കൈൻഡ് ഓഫ് എന്തോ മേക്കപ്പ് റിലേറ്റഡ് ഇൻഫ്ലുവൻസർ ആയിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ പുള്ളിക്കാരി പിന്നെ സെക്സ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഒക്കെ എടുത്തു. എന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് മോശം അഭിപ്രായമൊക്കെ പറയുന്നു പുള്ളിക്കാരി. പക്ഷെ ആ ഒരു ചേഞ്ച് ഇപ്പൊ വന്നിട്ടുണ്ട്. ആൾക്കാരത് നല്ലതാണ്. അത്യാവശ്യം എനിക്ക് നല്ല ഇൻഫർമേഷൻസ് ആണ് ഞാനും കണ്ടിരുന്നു. എനിക്കും ഭയങ്കര നല്ല ഇൻഫർമേഷൻ ആയിട്ടാണ്. കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ തന്നെ ഭയങ്കര വൾഗറായിട്ടൊക്കെ മെസ്സേജസ് ഒക്കെ ഇടാറുണ്ട് ആൾക്കാരുണ്ട്. പക്ഷെ അവിടെയും അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻ കൊടുക്കുന്നത് നല്ലതാണ്, ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ. അതിനൊക്കെ എല്ലാത്തിനും കുറ്റം പറയാൻ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഒരു കാര്യം ചേഞ്ച് ചെയ്യാൻ എപ്പോഴും എടുത്താപ്പെടുന്ന ആൾക്കാരാണ്. അത് മൈൻഡ് ചെയ്യരുത്. പിന്നെന്താന്ന് പറഞ്ഞാൽ ഓരോ ഏജിലും അറിയേണ്ടതായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുന്ന കാര്യങ്ങള് ചെറുപ്പം തൊട്ടേ അറിയേണ്ട സംഭവമാണ്. പക്ഷെ ഒരു
3 വയസ്സുള്ള 4 വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് നമുക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് പറയാം. പക്ഷെ ഒരു സെക്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഓരോ ടൈമിലും അതാണ് ഈ അക്കാഡമിക്സിന്റെ പാർട്ടായിട്ട് ഇത് വരണമെന്ന് പറയുന്നത്. ഓരോ വർഷം കൂടുന്തോറും ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതാണ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മളിപ്പം മാത്സ് പഠിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഓരോ വർഷം ഇന്ന കാര്യങ്ങൾ പഠിച്ച് കൂടുതൽ അറിഞ്ഞു പോകുന്നല്ലേ. അതേപോലെ എന്റെ അഭിപ്രായത്തില് കുറച്ച് വളരെ ചെറുപ്പത്തില് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞാലും അത് ദോഷമാണ്. കാരണം ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു മെന്റലി ഏബിൾ ആയിട്ടുള്ള ഒരു സമയമല്ല അത്. പക്ഷെ അത് കറക്റ്റ് പ്രോസസ്സായിട്ട് അറിഞ്ഞു. ഇതെന്താണ് വളരെ നേരത്തെ പിള്ളേർ അറിയുന്നതും ഇത് മോശമായിട്ടുള്ള രീതിയിൽ അഫക്റ്റഡ് ആകുന്നതും വേറെ രീതിയിൽ ഇവർ ഇതൊക്കെ അറിയുന്നതുകൊണ്ടാണ്. പ്രോപ്പർ ചാനലിലൂടെ ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു ഡിഫറൻസ് എന്തായാലും അവർക്ക് ഉണ്ടായേനെ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. എനിക്ക് ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികൾക്കെന്നൊന്നും പോലും എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പത്തെ പിള്ളേർക്കുള്ള ഇപ്പോഴത്തെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിൽ അത്ര വലിയ പ്രായത്തില്ല. ഇല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മളിലൊക്കെ ചെറുപ്പത്തിൽ പറയുന്നത് പുറത്തുനിന്നുള്ള ഒരാള് അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോ ബസ്സിൽ പോകുമ്പോ സ്ട്രേഞ്ചേഴ്സ് അങ്ങനത്തെ ഒരു ഇതുള്ളൂ. ബട്ട് വിത്തിൻ ദ ഹൗസ് ആൻഡ് വിത്തിൻ ദ ഫാമിലി ആരെങ്കിലും അങ്ങനെ ചെയ്യുമ്പോ അത് അങ്ങനെ റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ വന്ന് പറയണം എന്നുള്ളത് ആരും പറഞ്ഞു കൊടുക്കില്ല. എല്ലാവരുടെ ചെറുപ്പം മുതൽ പറഞ്ഞു കൊടുക്കുന്നത് ഈവൻ ഗേൾസിനായാലും ബോയ്സിനും അങ്ങനത്തെ ലേസി ഉണ്ട് ബാഡ് ടച്ച് ഒക്കെ. അപ്പൊ അവർക്ക് എപ്പോഴും സ്ട്രേഞ്ചേഴ്സ് അവരുടെ അടുത്തുനിന്ന് ഇങ്ങനെ അനുഭവം ഉണ്ടാവുമ്പോ പറയുന്നത്. ബട്ട് ഫാമിലിയുടെ ഉള്ളില് ഈവൻ നമ്മുടെ അച്ഛനാവാം ചേട്ടനാവാം ആരുടെ അടുത്തുനിന്ന് അങ്ങനെ ഉണ്ടായ അത് ആരോടും പറയണ്ട, ഫാമിലിയിലുള്ളതാണ്, ബന്ധുക്കളല്ലേ എന്നുള്ള രീതിക്ക് ഒതുക്കി കളയുന്ന കുറെ കാര്യം. ഇന്നത്തെ കാലത്ത് ഇതൊരു ഫാക്ടർ അല്ലാത്ത സ്ഥിതിക്ക് ഈവൻ ഓപ്പോസിറ്റ് സെക്സ് എന്നുള്ള രീതിയിൽ പറയാൻ പോലും പറ്റത്തില്ല. ഈവൻ സെയിം സെക്സിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതെ അങ്ങനെ ഒരു ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. സോ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ആരാണെങ്കിലും അത് അവര് റിയാക്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ഇപ്പൊ നമ്മുടെ ബന്ധുക്കളാണ് അല്ലെങ്കിൽ നമ്മുടെ വല്ല മാമനാണ് അങ്ങനത്തെ ഒരാളൊക്കെയാണ്. അപ്പൊ മാമനായതുകൊണ്ട് അങ്ങനത്തെ ഒരു രീതിയിലാവില്ല അല്ലെങ്കിൽ ചേട്ടനായതുകൊണ്ട് അങ്ങനത്തെ ഒരു രീതിയിലാവില്ല എന്ന് പറയുന്നത്. ബാഡ് ടച്ച് ഇസ് ഓൾവേസ് എ ബാഡ് ടച്ച്. അത് നമ്മള് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കും. അത് ഒരാളുടെ അടുത്ത് പറയാൻ പോലും മടി കാണിക്കുന്ന ഒരു പബ്ലിക്കാണ് നമുക്കുള്ളതെന്ന് വെച്ചാല് നമ്മുടെ ഉള്ളില് തന്നെ ഇത് പറയാന്നുള്ളതല്ല അവരെ പഠിപ്പിക്കുക, ഉള്ളില് തന്നെ സപ്രസ് ചെയ്ത് ഉള്ളിൽ തന്നെ അതങ്ങ് ഒതുക്കിക്കോ. പിന്നെ അതുപോലത്തെ കാര്യങ്ങളാണ് സ്കൂൾക്കാർ ഞങ്ങൾക്ക് കൗൺസിലിംഗ് എന്നല്ല ഒരു സെമിനാർ പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലുണ്ടായതെന്ന് വെച്ചാൽ ഒരു 8ാം ക്ലാസ് തൊട്ടിട്ട് വരെയുള്ള കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് അവിടെ ആ സെമിനാർ ഹാളില് ഫുൾ കൂവലും ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. കാരണം ആൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. ഇവര് കൂവിയിട്ട് ഇത് ആൾക്കാർ അപ്പൊ പിള്ളേർക്കൊക്കെ ഇത് അങ്ങനെയാണ് ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തത് അങ്ങനത്തെ ഒരു സാധനമാണ്. അല്ലാണ്ട് ഇതൊരു ഇൻഫോർമേഷൻ എന്നുള്ള രീതിക്കാണ്. ഇവിടെ ഫോട്ടോസ് കാട്ടുമ്പോ അവിടെ കൂവി പൊളിക്കാൻ അവസാന സെമിനാർ നിർത്തിവെച്ച് പോകേണ്ട അവസ്ഥ വന്നു. ആ രീതിയില് കൊച്ചു കുട്ടികളുടെ മൈൻഡിൽ ഒരു ഇൻജെക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്നെ പഠിപ്പിച്ച ഇതേപോലെ തന്നെ പുറത്തുനിന്ന് വന്നിട്ട് ക്ലാസ് തരുന്ന ഒരു ഇതുണ്ട്. എന്നെ പഠിപ്പിച്ച ടീച്ചർ നന്നായത് ബാക്കിയുള്ളവര് ചീത്തയാണെന്നുള്ളതല്ല, സ്കിപ്പ് ചെയ്തിട്ടില്ല ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ പഠിപ്പിച്ചിരുന്നു. പക്ഷെ ആ ഒരു സ്കൂളില് ഒരു പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ക്ലാസ് എടുക്കുക, അതില് മെയിലായിട്ടുള്ള കുട്ടികളെ സെപ്പറേറ്റ് മെയിൽസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് ആയിട്ടാണ് ക്ലാസ് എടുത്തത്. എന്നുവെച്ചാൽ ആൺകുട്ടികൾ അറിഞ്ഞിരിക്കണം എന്താണ് മെൻസ്ട്രേഷൻ, അല്ലെങ്കിൽ എന്താണ് പെയിന് കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബേബി ബർത്തിലേക്ക് വരിക, ഇതൊക്കെ ആൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് സെപ്പറേറ്റ്ലി കൊണ്ടുവച്ച് ആണുങ്ങൾക്ക് ഒരു സെക്ഷൻ പെൺകുട്ടികൾക്ക് ഒരു സെക്ഷൻ എന്നും പറഞ്ഞാണ് ക്ലാസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് ആദ്യം മാറ്റം വരേണ്ടത്. സെപ്പറേറ്റ് ആയിരുന്നു. ആദ്യം ഫസ്റ്റ് ആൺകുട്ടികളെ മുഴുവൻ കൊണ്ടുപോയിട്ട് സെമിനാർ ഹാളിൽ ഇരുത്തിയിട്ട് അവർക്ക് ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ എല്ലാരെയും കൊണ്ടുപോയിട്ട് ക്ലാസ് എടുത്തു. ടീനേജ് പ്രായം തുടങ്ങുമ്പോൾ ഈ ബോഡിയിലുള്ള ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ, നിഷാ നേരത്തെ പറഞ്ഞ പോലെ ബോഡിയിൽ അങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻ അഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞ ഫ്രണ്ട്സേ ഉള്ളായിരുന്നു. വേറെ ആരോടും പറയാനും അറിയില്ല, ആരോടും പറയാൻ തോന്നിയിട്ടുമില്ല. പറയാതെ തന്നെ, കാരണം അവർക്കൊക്കെ അറിയില്ല ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമെന്നൊക്കെ, പറയാതെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾക്ക് ആരും പറഞ്ഞു തന്നിട്ടുമില്ല. നമ്മുടെ വീട്ടിൽ അതൊക്കെ നോർമലി എന്നുള്ളത് ഉള്ള രീതിക്ക് വിട്ട് കളയും. അപ്പൊ
അത് നോർമൽ അല്ല. ഇതൊക്കെ സ്വയം പഠിച്ചോളും എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഞങ്ങൾ ഈ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞൊക്കെ തന്നെയല്ലേ വന്നത്, ഞങ്ങളും ഇതൊക്കെ ഫേസ് ചെയ്തു വന്നു. അതേപോലെ അവരും വളർന്നു. ഇപ്പം റീസെന്റ് തന്നെ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നപ്പോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഉള്ളിലൊരു പേടിയാണ് പെട്ടെന്ന് വരിക. അതെങ്ങനെ ഫേസ് ചെയ്യണമെന്നുള്ളത് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഒത്തിരി പഠിപ്പുണ്ട്, ഒത്തിരി എഡ്യൂക്കേഷൻ ഉണ്ട്, ഇപ്പോൾ ഒരു ജോലിയിലിരിക്കുന്നു. പക്ഷെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വരാ ഒരു പേടി, ഒരു ഇറിറ്റേഷൻ. അവിടെ നമുക്ക് ഫസ്റ്റ് വരുന്നെന്ന് പറഞ്ഞാൽ, അതെ, ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരാന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വീക്ക് ആണെന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യണം. ആ ഒരു സിറ്റുവേഷനിൽ ഇത് എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ വീക്ക് ആണെന്നുള്ളതാണ് അവിടെ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ വരാം. ആ ഒരു സ്റ്റേജ് കടന്നു പോവാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് കാര്യങ്ങളല്ലേ ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്. വാല്യൂ ലെസൺസ് കുറവാണ് സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അല്ലേ? അല്ല, ഇതൊക്കെ അക്കാഡമിക്സിന്റെ സെക്സ് എഡ്യൂക്കേഷൻ, സ്ട്രെസ് മാനേജ്മെന്റ്, ഈ ട്രോമ ഹാൻഡ്ലിങ്, ഇതൊക്കെ ശരിക്കും ഭയങ്കര നമ്മുടെ കോളേജസിലൊക്കെ ഒരു കൗൺസിലറും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടാവും. ഇവരുടെ അടുത്തൊക്കെ നമ്മൾ അങ്ങോട്ട് പോയി കാണണം. ശരിക്കും ഒരു വളരുന്ന സ്റ്റേജില് നമ്മൾ റിയലൈസ് ചെയ്യത്തില്ല നമുക്കൊരു ട്രോമ ഉണ്ടെന്നോ നമുക്കൊരു ഇഷ്യൂ ഉണ്ടെന്നോ. ഒരു കുട്ടിക്ക് ഇതൊന്നും സെക്സ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ട് ഇത് എന്താന്ന് പോലും അറിയാത്തൊരു കുട്ടിക്ക് ഇതേപോലത്തെ ആരെങ്കിലും എന്തെങ്കിലും അങ്ങനത്തെ ഹറാസ്മെന്റ് ഉണ്ടാവുമ്പോ കുട്ടിക്ക് പേടിയാവണം, അല്ലാണ്ട് ഇത് എന്താ ഉണ്ടാവണമെന്നുള്ള ബോധം ഉണ്ടാവുന്നില്ല. ഇത് എന്നു പറഞ്ഞാൽ നമ്മളെ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ ഒരു കുഴപ്പം തന്നെ. ഇപ്പൊ കെട്ടിയോളൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് എല്ലാരും ചിന്തിച്ചിട്ടാണോ ഷോ ഇതൊക്കെയാണ് ഇതിന്റെ പ്രോബ്ലംസ്. നമുക്ക് പ്രോബ്ലംസ് അറിയാം, പക്ഷെ സൊല്യൂഷൻസിലേക്ക് എത്താനാണ് നമ്മുടെ എപ്പോഴും സൊസൈറ്റിയുടെ പ്രശ്നം നിലനിൽക്കുന്നത്. ഇതിലൊരു ബേസ് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ പറഞ്ഞ എനിക്ക് പോലും നമ്മളാൾക്കാരെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള ഭീകരമായ പേടിയാണ് പ്രശ്നം. സെക്സ് എഡ്യൂക്കേഷൻ വീട്ടിൽ നിന്ന് തരാമായിരുന്നു. എനിക്കറിയാം, എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇപ്പം അവരുടെ കുട്ടികൾക്ക് അവർ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ പോലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. മദേഴ്സിന് വരുമ്പോൾ മെൻസ്ട്രേഷൻ വരുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇപ്പതാ. അത് മേ ബി നമുക്ക് കിട്ടാത്തതിന് നമുക്ക് റിയലൈസേഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ കുട്ടിക്ക് അങ്ങനെ ആവരുതെന്നുള്ളതിൽ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം. അല്ല, അത് ജനറേഷന്റെ ഇനിയെങ്കിലും എന്നുള്ള സംഭവമേ ഉള്ളൂ. ഇതുവരെ എന്തായാലും ടെക്നിക്കലി നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇനി വളർന്ന ജനറേഷൻ എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ഇനി മാറണം. ഇനി അതിലും നമ്മൾ ഈ പറയുന്ന പോലെ അത് മോശമാണ് ശരിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ മാറി, എല്ലാരും കുറച്ചും കൂടി ഓപ്പൺ ആയി. ഇത് ഇൻഫോർമേഷൻ എല്ലാവർക്കും കിട്ടുന്ന ഒരു സാഹചര്യമേ. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് ഇത് സംസാരിക്കേണ്ട വിഷയമല്ല, ഇതിങ്ങനെ രഹസ്യമായിട്ട് സംസാരിക്കേണ്ട വിഷയമാണ്, അല്ലെങ്കിൽ അത് ചീത്തക്കാര്യമാണ് സംസാരിക്കാൻ എന്ന് കരുതുന്ന ഒരു കമ്മ്യൂണിറ്റിയാണുള്ളത്. പക്ഷെ അതിന്റെ ആബ്സെൻസ് ഒത്തിരി ഇടങ്ങൾ നമുക്കത് കാണാൻ പറ്റും. മെയിൻലി ഇപ്പൊ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഡോക്ടറിന്റെ കൊൽക്കത്തയിൽ നടന്ന ഡോക്ടറിന്റെ റേപ്പ് കേസ്, അതിൽ വന്നിരുന്ന കുറച്ച് എവിഡൻസ് കാര്യങ്ങളെന്ന് പറഞ്ഞാല് ആ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ വ്യക്തിക്ക് മുന്നേ 2 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പൊ ഭാര്യമാര് കൊടുത്തിട്ടുണ്ടായിരുന്ന തെളിവിൽ പറയുന്നുണ്ടായിരുന്നു ഇയാള് ഒരുപാട് പോൺ വീഡിയോസ് കാണുമായിരുന്നു. അപ്പോൾ ഈ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിക്കത്തെ പോൺ വീഡിയോസ് കണ്ട് അങ്ങനെ അയാളുടെ വൈഫിന്റെ അടുത്ത് വരെ അങ്ങനെ ബിഹേവ് ചെയ്യുമായിരുന്നു, സെക്സ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ബിഹേവ് ചെയ്യായിരുന്നു എന്നുള്ള തെളിവ് അയാളുടെ വൈഫ്, ഡിവോഴ്സായ വൈഫ് വരെ തെളിവ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് അവിടെ നടന്നത്. അപ്പം ഈ സെക്സ് എഡ്യൂക്കേഷന്റെ കുറവ്, നമ്മളിപ്പോ പറഞ്ഞില്ലേ, നമ്മളിതൊക്കെ അറിയാം ഒന്നെങ്കിൽ ഫ്രണ്ട്സ് വഴിയായിരിക്കും, അല്ലെങ്കിൽ തന്നെ പഠിച്ചിട്ടായിരിക്കും. അങ്ങനത്തെ കുറെ കമ്മ്യൂണിക്കേഷനിലാണ് അറിയുന്നത്. പിന്നെ പോൺ വീഡിയോസ് ഒക്കെ കണ്ടിട്ടായിരിക്കും അറിയണത്. ഇതാണ് സെക്സ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പഠിച്ച് അത് തന്നെ ധരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഒത്തിരി റേപ്പ് കേസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വൺ ഓഫ് ദി റീസൺ അത് തന്നെയാണ്. അല്ലാതെ നമ്മുടെ നാട്ടിലെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തന്നെയാണ് ഈ വന്നിട്ടുള്ള ഈ റേപ്പ് കേസസ്. അതായത് എല്ലാവർക്കും ഈ കൈൻഡ് ഓഫ് ആൾക്കാർക്ക് ഒരു ഫാന്റസി ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര വലിയ വാസ്റ്റ് ടോപ്പിക്കാണ്. സെക്സ് എഡ്യൂക്കേഷന്റെ കാരണം കൊണ്ടാണ് റേപ്പ് നടക്കുന്നുള്ള അതിന്റെ ആബ്സെൻസ് ആണ്. കാരണം സെക്സ് എഡ്യൂക്കേഷനിൽ പോണോഗ്രഫി എന്ന് പറയുന്നത് അത് നിങ്ങളെ കാണരുത് എന്നുള്ളതാണ് സെക്സ് എഡ്യൂക്കേഷൻ. വളരെ ചെറിയൊരു പാർട്ട് മാത്രമാണ്. ഒന്ന് ഇപ്പം അപ്ബ്രിങ്ങിങ്ങിന്റെ ഒരു സംഭവം വരുന്നൊരു സാഹചര്യം. ഇപ്പം അതില് ഒരു വ്യക്തിയുടെ കുഴപ്പമില്ലത്, അതൊരു എന്താ പറയുന്ന ടെക്നിക്കലി സ്പീക്കിംഗ് ഒരു ഗവൺമെന്റിന്റെ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ്. റെഗുലേഷൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത് കൊണ്ടുള്ള. കാരണം ഏതൊരു മനുഷ്യനും മോശമായിട്ടുള്ള ഒരു അപ്ബ്രിങ്ങിങ്ങിൽ വളർന്നു കഴിഞ്ഞാൽ അവന്റെ ചിന്താഗതികൾ മാറും. അത് മാത്രമല്ല, നമ്മുടെ അപ്ബ്രിങ്ങിങ്ങില്
എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെ തെറ്റും ശരിയും നിർണ്ണയിച്ചിരുന്നത് ലോജിക്കൽ റീസൺസ് അല്ല, റിലീജിയസ് റീസൺസ് ആയിരുന്നു. അതിന്റെ ബേസിലാണ് പലയിടത്തും അപ്ബ്രിങ്ങിങ് നമുക്ക് പലതിലും വന്നത്. പക്ഷെ റിലീജിയസിനെക്കാളും അല്ല, കുറച്ചുകൂടെ ലോജിക്കലി അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ നമുക്ക് ഒരു എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ ഇപ്പൊ എടുക്കുന്ന പോലെ കുറച്ചുകൂടെ നല്ല റിസൾട്ട്, അതായത് കുറച്ചുകൂടെ ബെറ്റർ സൊസൈറ്റിയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത്. ഈ റിലീജിയസിൽ ഇതെല്ലാം റേപ്പിനെ കുറിച്ചും അതായത് പെണ്ണുങ്ങളെ ഇതാക്കേണ്ടതിനെ കുറിച്ചും എല്ലാം പല മതങ്ങളിലായാലും അത് പറയുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഈ ബിലീഫ്സ് ഇല്ലാത്തവരാണോ പോയി റേപ്പ് ചെയ്യുന്നത്? എല്ലാരും ഈ പറയുന്ന ബിലീഫ് ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം ഈ റിലീജിയസ് ഫാക്ടേഴ്സ് അല്ലാതെ കുറെ മെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. പ്രാക്ടിക്കൽ സെഷൻസ് പ്രാക്ടിക്കലി അത് ഒരു അതിനുവേണ്ടി തന്നെ സമയം എടുത്ത് ഈ പറഞ്ഞ പോലെ സ്കൂളുകൾ തന്നെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പഠിപ്പിക്കുന്ന പോലെ തന്നെ അതും പഠിപ്പിക്കണമായിരുന്നു. ഇതല്ല ഇപ്പൊ നമുക്ക് എന്ത് റിലീജിയസിൽ പറയുന്നത് ഇത് തെറ്റാണ്, ദിസ് ഇസ് എ സിൻ എന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് സിന്നാണെന്ന് ബോധം ഉണ്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളില്ലേ, മനുഷ്യനായാലും അത് ചെയ്യും. അപ്പൊ അതിൽ കുറെ മെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. മെന്റലി നമ്മളെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കുറെ കാര്യങ്ങളുണ്ട്. റിലീജിയസിൽ അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു സെഗ്മെന്റ് ആണ്. ഇതിപ്പം നമ്മൾ മെന്റലി അത് നമ്മളെ കുറെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ പ്രോപ്പർലി നമ്മുടെ സ്കൂളുകളിലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഗവൺമെന്റ് റിലേറ്റഡ് സ്കൂളുകളിലാണ് കുറച്ചെങ്കിലും പിന്നെ എഫേർട്ട് പിന്നെ വരുന്നത്. ബാക്കി സെൻട്രൽ മെന്റലി സെക്സ് എഡ്യൂക്കേഷനിലായാലും മെന്റലി ഒരാളെ പ്രിപ്പയർ ചെയ്യുക എന്താണ് കറക്റ്റ് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ പാടില്ല, എന്താണ് അതിലെ ഗുഡും ബാഡും എന്നുള്ളതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമുക്കൊരു ധാരണയുണ്ട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സെക്സ് ചെയ്യുന്നതിന്റെ ഒക്കെ റേറ്റ് അങ്ങോട്ട് കൂടുമെന്നൊക്കെ ഉള്ള ധാരണയുണ്ട് എല്ലാവർക്കും. പക്ഷെ അങ്ങനെയല്ല. ഒരു ഗുഡ് റിലേഷൻഷിപ്പ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനാണ് എപ്പോഴും സെക്സ് എഡ്യൂക്കേഷന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഇപ്പം മെയിൻലി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെതർലാൻഡ്സ് എന്ന് പറയുന്ന കൺട്രിയിൽ സെക്സ് എഡ്യൂക്കേഷൻ കമ്പൽസറി തന്നെ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. ക്ലാസ് പഠിപ്പിക്കുന്ന സമയം തൊട്ട് തന്നെ. അതെ. പക്ഷെ ഇംഗ്ലണ്ടില് ഇത് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്, സെക്സ് എഡ്യൂക്കേഷൻ അവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ റേപ്പ് കേസ്, അതായത് നെതർലാൻഡിലെയും ഇംഗ്ലണ്ടിലെയും റേപ്പ് കേസ് എടുത്ത് നോക്കുമ്പോൾ നെതർലാൻഡ്സിലേക്കാട്ടിലും കൂടുതലാണ് ഇംഗ്ലണ്ടിലുള്ള റേപ്പ് കേസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു മെന്റൽ ഹെൽത്ത് എന്താണ് ശരി അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, ഒരാളെ കുഞ്ഞില് മുതലേ പ്രിപ്പയർ ചെയ്യും. നമ്മൾ പറഞ്ഞില്ലേ, സാർ ആദ്യമേ പറഞ്ഞിരുന്നു, ഞാൻ കൊച്ചിലെ തൊട്ടേ വളർന്നു വന്ന ആ ഒരു സാഹചര്യം കൊണ്ടാണ് എനിക്ക് ഇത് സംസാരിക്കാൻ തന്നെ ഒരു മടി ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അതിന് നമ്മൾ കുഞ്ഞില് മുതലേ പഠിച്ചു വരിക, ആ ഒരു ഗ്രാസ്പിംഗ് ടൈമിൽ നമ്മൾ അറിയുന്നതായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പൊ അത് ആ ഒരു എഡ്യൂക്കേറ്റിംഗ് പീരീഡിൽ തന്നെ അത് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് സെക്സ് എഡ്യൂക്കേഷൻ. ഇപ്പോ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്ത ഒരാൾ അറിയണത് പോൺ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഈ പോൺ വീഡിയോസിൽ എന്തായാലും ഭയങ്കര എക്സാജറേറ്റ് ചെയ്തിട്ടാണ് കാട്ടുന്നത്. ഇവരുടെ വിചാരം എന്താണ്, ഇതാണ് കറക്റ്റ്, നമ്മൾ ഇതേപോലെ ചെയ്യാൻ വേണ്ടി നോക്കും. ബട്ട് അത് അങ്ങനെ കണ്ട് പല ടൈപ്പ് എക്സാജറേറ്റ് ചെയ്തിട്ട് കാട്ടുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ആ ഫാന്റസി തലേ കയറി ചെയ്യുമ്പോഴാണ് ഇതേപോലെ റേപ്പ് കേസുകൾക്ക് പോൺ വീഡിയോസ് എന്ന് പറയുന്നത് എല്ലാം നല്ല പോൺ വീഡിയോസ് ഒന്നും അല്ല വെബ്സൈറ്റിൽ നമുക്ക് കിട്ടുക. എന്തൊക്കെ ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യുന്ന പോൺ വീഡിയോസ് ഉണ്ട്. അതേപോലെ ഇവൻ റേപ്പ് ചെയ്യുമ്പോ പോലും പെണ്ണുങ്ങളത് ആസ്വദിക്കുന്നു വിചാരിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനത്തെ മെന്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ട്. അതായത് അവരും അത് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റില് ഞാൻ ഏതോ ഒരു ഇതിൽ വായിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട്. അത് നിർഭയ കേസിന്റെ റിപ്പോർട്ടിലാണെന്ന് തോന്നുന്നു. അതിൽ ഏതോ പുള്ളി പറയുന്നത് അവരും അത് എൻജോയ് ചെയ്യുന്നില്ല എന്നുള്ളൊരു മെന്റാലിറ്റി. സെക്സ് അല്ലേ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുപേരുടെയും കൺസെന്റ് ആണ്. ഇത് നമ്മുടെ ഫ്രാൻസിസ് എട്ടിക്കോര എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, അതിനകത്തൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പം ആ ക്യാരക്ടർ പറയുന്നതെന്ന് പറഞ്ഞാല് ആ പെൺകുട്ടി വേദനിക്കുന്നത്, ഈ സെക്സ് ചെയ്യുന്ന സമയത്ത് അവള് വേദന കൊണ്ട് പെടയുന്നതും അവള് എൻ്റെ അടുത്ത് വേണ്ട പറയുന്നത് കാണുന്നതാണ് എനിക്ക് ആനന്ദം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ രീതിക്ക് മെന്റലി അവര് അതിലാണ് ആസ്വാദനം കാണുന്നത്, അല്ലാതെ സെക്സിലല്ല. അവള് വേദനിക്കുന്നതും അവള് പിടയുന്നതും കാണുമ്പോഴാണ് എനിക്ക് ആനന്ദം ഉണ്ടാവുക എന്നുള്ളത് ആ ഒരു ബുക്കിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇത് ആ ഒരു പഠിക്കുന്ന പീരീഡിൽ തന്നെ കുട്ടികൾക്ക് ഇത് പറഞ്ഞ് കൊടുത്ത് ഒരു ഗുഡ് എൻവയോൺമെന്റ്, അവരൊരു അഡോൾസെന്റ് അല്ലെങ്കിൽ അഡൽട്ട് പീരീഡിൽ വരുമ്പോൾ ഒരു ഗുഡ് എൻവയോൺമെന്റിൽ വരണം എന്നുള്ളതാണ് അതിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ട് മെയിൻലി ഉദ്ദേശിക്കുന്നത്. അതായത് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം വേണ്ടത് ഈ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഒന്ന്,
2 പാർട്ട്ണറിനെ പേരിനെ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളിൽ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതിന്റെ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും മെന്റലി അവർക്ക് കിട്ടും. അതായത് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പാർട്ട്ണറിന് രണ്ടുപേരും സംസാരിച്ച് ഒരു മ്യൂച്വൽ ഇതിലെത്തണം എന്നുള്ളതാണ്. ചിലപ്പം ഈ പറഞ്ഞ ഫാന്റസീസ് ഒക്കെ ഓപ്പോസിറ്റ് പാർട്ട്ണറിനും ഉണ്ടാവും, മനസ്സിലായി? കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നമ്മളൊരു ആ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുകയാണ് സെക്സ് എഡ്യൂക്കേഷനിലൂടെ ഉള്ളത്. അല്ലാതെ ചെയ്യുന്നതൊക്കെ റേപ്പാണ് എന്നുള്ള സംഭവമാണ് ശരിക്കും വരേണ്ടത്. എന്തൊക്കെയാണ് ആ ഒരു വ്യത്യാസം. അല്ലാതെ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഫാന്റസിയാണ്. ഇപ്പം നമ്മൾ നമ്മുടെ പാർട്ട്ണറിന് അതേ കഴിഞ്ഞ ഫാന്റസി ഉണ്ടെങ്കിൽ അത് ശരിക്കും തെറ്റാവുന്നില്ല. ഇതെന്ന് പറഞ്ഞാല് ഇത് കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളതല്ല. നമ്മുടെ ഗവൺമെന്റ് ആയിട്ട് തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കമ്മ്യൂണിറ്റീസ് പ്രൊട്ടസ്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഇത് ഞങ്ങളുടെ റിലീജിയസ് കോൺസെപ്റ്റിനെതിരാണ്, ഇത് അത്ര നല്ല കാര്യമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊട്ടസ്റ്റ് തന്നെ നടത്തിയിട്ടാണ് ഇതിപ്പോ നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുറെ മിത്തുകളാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് നൈറ്റിനൊക്കെ വൈറ്റ് ബെഡ്ഷീറ്റ് വിരിക്കും. ആൻഡ് ഇപ്പോ ബ്ലീഡ് ചെയ്ത ആ കുട്ടി വെർജിൻ ആണ്. അത് ബ്ലീഡ് ചെയ്തില്ലെങ്കിൽ കുട്ടി വെർജിൻ പിറ്റേ ദിവസം അമ്മാമ വന്ന് നോക്കും ബ്ലഡ് ഉണ്ടോ ഇല്ലെന്ന്. അപ്പൊ ഇവർക്ക് അറിയാത്തൊരു കാര്യം എന്താ വെച്ചാൽ ബ്ലീഡ് ചെയ്യാത്ത കുട്ടിയും വെർജിൻ, എല്ലാ വെർജിൻസും ബ്ലീഡ് ചെയ്യണം എന്നില്ല. ആ ഒരു ഇതുവരെ തലേക്ക് പോകുന്നില്ല. ഇവര് അത് കഴിഞ്ഞ അതാണ് ആ കുട്ടി ബ്ലീഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ പോക്കാണ് ആ കാര്യം. ഇതെന്ന് പറഞ്ഞാല് പണ്ടത്തെ സ്ത്രീകളെ പോലെ ഒരിടത്ത് അടങ്ങി ഒതുങ്ങി അല്ലെ വീട്ടിലെ ജോലികൾ മാത്രം ചെയ്തിരിക്കുന്നവരല്ല. ഇപ്പം ഇറങ്ങി ഒത്തിരി ജോലികൾ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ സ്പോർട്സിലായാലും ഒത്തിരി പെൺകുട്ടികളുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്തായാലും ഇത് ഭയങ്കര തിന്നാണ്, അത് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യാം. ആ സമയത്ത് ബ്രേക്ക് ആയി പോയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ മെൻസ്ട്രൽ കപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് ബ്രേക്ക് ആയി പോകാനുള്ള യൂസേജിൽ എഴുതിയിട്ടുണ്ട് വെർജിനിറ്റി ലോസ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ അത് അറിയാത്തവരുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഇങ്ങനെയത് ഇന്ത്യയിലുണ്ട്. നമ്മൾ ഒട്ടുമിക്ക ഫിലിംസിലെയും കല്യാണത്തിന് മുന്നേ ഈ കൈൻഡ് ഓഫ് ടെസ്റ്റുകൾ ഡോക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇനി അങ്ങോട്ടുള്ള ജനറേഷനും ഇനി അങ്ങോട്ടും എങ്ങനെ നമുക്ക് മാറാനുള്ള വഴിയുള്ളൂ. പ്രൊട്ടസ്റ്റ് കാര്യങ്ങളൊക്കെ വരും. നമുക്കെങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ ഒത്തിരി പ്രൊട്ടസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നെതർലൻഡിലായാലും ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ കമ്പൽസറി വേണോ എന്നുള്ളത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ഒത്തിരി പേര് അതിനെതിരെ അല്ലെ ഇത് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നിട്ടായിരിക്കും ഒരു കൂട്ടം ആൾക്കാർ. അപ്പൊ അങ്ങനെ നിൽക്കാൻ ആദ്യം നമ്മൾ റെഡി ആവണം. ആദ്യം ഇപ്പം നമ്മൾ ഒരാൾ മാത്രം ചിന്തിച്ചാൽ പോരാ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫാമിലി നമ്മുടെ ഒപ്പം ഉണ്ടാവണം, നമ്മുടെ സൊസൈറ്റി ഉണ്ടാവണം. അപ്പോൾ ഒരു പബ്ലിക് മൊത്തത്തിൽ അതിനായിട്ട് ഇറങ്ങിയാൽ മാത്രമേ ഇതിനൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബാഡ് ആയിട്ടുള്ള ഒരു അതില് കാണേണ്ട അല്ലെ ബാഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കാണേണ്ട മോശമല്ല. എന്റെ അഭിപ്രായത്തില് ഇപ്പൊ നമ്മള് പോലും ഇതിനുള്ള ഇൻസിഡൻസും പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലേ പറയുന്നുള്ളൂ. പക്ഷെ ഇതില് ചെയ്യുമ്പോ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. ഇതില് ഒരു സിസ്റ്റം ഉണ്ടാക്കണം. ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസിനെ എല്ലാ സ്കൂളുകളിലും അപ്പോയിന്റ് ചെയ്യണം. അത് കൗൺസിലിംഗും പ്രോപ്പർ ആയിട്ട് ഗൈഡൻസും എല്ലാ ക്ലാസ്സിലുള്ളവർക്കും. കൂവല് കിട്ടിയാലും ആ കൂവലല്ലാന്ന് വെച്ചിട്ട് പഠിപ്പിക്കാൻ അത് എന്തുകൊണ്ട് കൂവല് കിട്ടുന്നു? 8ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുവരെയുള്ള ഇവരുടെയൊക്കെ മെന്റാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉൾപ്പെടെ ഉള്ളവരുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് ഇതെന്തോ സംഭവം കേട്ടിട്ട് നിർത്തുന്നത് പഠിപ്പിക്കുന്ന പ്രിപ്പയർഡ് അല്ല. നമ്മുടെ സബ്ജക്ട്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, നമുക്ക് എടുക്കാൻ പറ്റുന്നതല്ല ഓരോ പ്രായത്തിലും നമുക്ക് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിലും ഡിഫൈൻ ചെയ്യണം. ഈ കൂവല് വരുന്നത് എന്തുകൊണ്ടാ? ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഇതിപ്പോ ഫ്രണ്ട്സിന്റെ അടുക്കൊക്കെ ചർച്ചയുള്ള കാര്യം ഇതൊക്കെ. അപ്പൊ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഈ സെക്സ് എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്നുള്ള മൈൻഡിലാണ് ഇത്രയും കാലം പുറത്ത് സംസാരിക്കുന്ന ഒരു കാര്യം. എവിടെ ഫ്രണ്ട്സിന്റെ സർക്കിളിൽ മാത്രം സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ സാധനം ഉണ്ടെന്ന് രഹസ്യം പറയുമ്പോൾ സമാധാനം. അപ്പൊ എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം പെട്ടെന്ന് ഒരാൾ വന്ന് നിന്ന് മറ്റേ ഫോട്ടോ ഒക്കെ കാണിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നമ്മൾ പുറത്ത് പറയാൻ ഉദ്ദേശിക്കാത്ത കാര്യം
ഇയാള് ഇത്ര ഓപ്പൺ ആയിട്ട് പറയുന്നത് പറയുമ്പോഴേ അങ്ങനെ രഹസ്യമായിട്ട് വെക്കുന്ന സാധനം കൂടുതൽ അറിയാനും പഠിക്കാനും ആ പ്രായത്തിൽ നമ്മൾ രഹസ്യമായിട്ട് ചെയ്യുള്ളൂ. പക്ഷെ ഇത് പരസ്യമായിട്ട് കൊടുത്തിരുന്നെങ്കില, ആദ്യം മുതലേ കൊടുത്തിരുന്നെങ്കില, പ്രോപ്പർ ചാനലിലൂടെ എല്ലാ ക്ലാസ്സിലും അതാത് ഒരു എന്താ പറയുന്ന സബ്ജക്ട്സ് അതേപോലെ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ശരിക്കും അങ്ങനെ തന്നെ ചെയ്യണം. നമുക്ക് എല്ലാം കൂടി ഒറ്റടിക്ക് ബ്രെയിനിൽ കുത്തി നിറയ്ക്കാൻ പറ്റത്തില്ല. ഓരോ പ്രായത്തിലും നമുക്ക് കിട്ടേണ്ടത് കിട്ടണം. ആദ്യം തന്നെ നമ്മള് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഡിഫറൻസിയേഷനും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അതേപോലെ തന്നെ എന്റെ കാര്യത്തിലും പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഡിഫറൻസിയേഷൻ അപ്പൊ നമ്മളിൽ നിന്ന് തന്നെ മാറ്റം തുടങ്ങണം. ഈ പറഞ്ഞ പോലെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇതൊരു ഇതായിട്ട് എടുത്തിട്ട് സെക്സ് എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് ഫ്രം നമ്മള് ജനിക്കുന്നത് തൊട്ട് ഈ ഓരോ സമയത്തും കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തു സ്കൂളിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ വീട്ടുകാർ കൊടുത്താലും മതി. സ്കൂളിൽ ചേർക്കുന്ന എപ്പോഴാ? 4 വയസ്സിലാണ്. ശരിക്കും അതിന് മുന്നേ കൊടുക്കണം എന്ത് ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്താണെന്നുള്ളത്. സ്കൂളിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ, എല്ലാവരും റെസ്പോൺസിബിലിറ്റി, വീട്ടിൽ നിന്ന് പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പം ഈ റെസ്പോൺസിബിലിറ്റി നമ്മൾ അടുത്ത കൂട്ടുകാരന്റെ മാത്രം ആകരുത്. ഇത് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല, എന്താണ് ഇതൊന്നും ഈ നല്ല കാര്യം ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. അവിടെ ഇവിടെ 1-2 പേരായിട്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. പക്ഷെ അതൊരു മെജോറിറ്റി ഓഫ് അതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറണമെങ്കിൽ നമ്മളുടെ വീടെന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ഇതിൽ നിൽക്കുന്ന ഒരു സംഭവം. സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ലെവലിൽ നിൽക്കുന്ന ഒരു സാധനം. അവിടെ ഒരു മാറ്റം കൊണ്ടുവന്നത് തന്നെ കാരണം സ്കൂളിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് ഇത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ചിന്താഗതി വരും അല്ലെ. ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ തന്നെ കാരണം ഒരുപാട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഫേസ് ചെയ്തിട്ട് കൂടിയും അത് കാരണം അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളടുത്തത് വരെ അങ്ങനെ ഒരു സംസാരിക്കാൻ ആരും വന്നിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. ഇപ്പൊ ഞങ്ങള് പറയുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ തന്നെ ഡിസ്കവർ ചെയ്യുന്ന അങ്ങനെയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ അല്ല ഇത് വേണ്ടത്. കുറച്ചുകൂടെ ഇനിയിപ്പം നാളത്തെ ഫ്രം ടുമോറോ ബെറ്റർ ആയിട്ട് ഇപ്പം നമുക്കറിയാവുന്ന ആരെങ്കിലും നമ്മുടെ കുട്ടികൾക്കോ ആരെങ്കിലും നമുക്ക് ഇതേ കുറച്ചുകൂടെ നല്ല രീതിക്ക് നമുക്ക് ഇതിൽ നിന്നും നോളജ് ഇല്ല എന്ന് മനസ്സിലാക്കി പഠിക്കുകയും പിന്നെ പഠിച്ചുകൊടുക്കുകയും നമുക്കൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന പോലും ഇതൊരു എന്താ പറയുന്ന ഇങ്ങനൊരു സംഭവം ഉണ്ട്, അത് നമ്മൾ ടേക്കപ്പ് ചെയ്യണം ആൾക്കാർ എന്നുള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്. നല്ല കാര്യത്തിന് വേണ്ടി നല്ല ഇതായിട്ട് ആ ഒരു സെക്സ് എന്തിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ നല്ലതാ. അതേപോലെ തന്നെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സെക്സ്. അതിനെ കുറിച്ച് എഡ്യൂക്കേഷൻ വേണമെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ ആ ഒരു സംഭവം വരണം. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് തന്നെ ഉണ്ടായി വരണം. അത് കാരണം ആ ഒരു ചേഞ്ച് വീട്ടിൽ നിന്നും ഉണ്ടാവണം. പതിയെ വീട്ടിൽ നിന്നും ഉണ്ടാകും. നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിസ്റ്റത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വീട്ടിൽ കുറച്ചും കൂടി ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരുന്നതുകൊണ്ട് ഇത് രണ്ടും പ്രോപ്പറായിട്ട് നടക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വ്യത്യാസം വരുള്ളൂ. ഈ നിങ്ങൾക്കും ഇപ്പൊ കിട്ടുന്ന ഇൻഫർമേഷനിലും തെറ്റുണ്ടാവും. അതിലും ഇപ്പൊ ജനറേഷൻ മാറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ആയി കാര്യങ്ങൾ സംസാരിക്കാനെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇൻഫർമേഷൻ റൈറ്റ് ആവണമെന്നില്ല. അത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ തന്നെ. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസറിന്റെ പോലത്തെ ഒരു പോർട്ടൽ ഉണ്ട്, നമുക്ക് സർട്ടിഫൈഡ് ആണെന്ന് അറിയാനും അവര് പറഞ്ഞത് ശരിയാണെന്ന് ഇതാക്കാൻ. പണ്ട് നമ്മുടെ കാലത്തിൽ അങ്ങനത്തെ ഒരു പോർട്ടലോ യൂട്യൂബ് ഒന്നും ഇല്ല. പക്ഷെ ഇപ്പൊ ഇൻഫർമേഷൻ കുറച്ചുകൂടെ നമുക്ക് റെലവന്റ് ആയിട്ട് കണ്ടുപിടിച്ച് ഇനി എക്സ്ക്യൂസ് അല്ല, ഇനി അങ്ങോട്ടുള്ളത് എക്സ്ക്യൂസ് അല്ല. പക്ഷെ നമ്മള് ഈ സാധനം എന്ന് പറയുന്നത് നമ്മൾ തേടിപ്പോയി പഠിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നമ്മള് പിന്നെ നിർബന്ധമാക്കി ഗ്രൂമിംഗ് ലെവലില് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ തന്നെ നമ്മുടെ സ്കൂളിൽ കരിക്കുലം ആയിട്ട് മാറി അത് കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത്. ഇനി നമുക്കാണെങ്കിലും അതുകൊണ്ട് ഇപ്പം ചിലപ്പോ നമ്മളെക്കാട്ടി ഇൻഫർമേഷൻ നമ്മുടെ മക്കൾക്ക് കിട്ടുമായിരിക്കും. അവര് വന്ന് നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുമായിരിക്കും. ഇനി ഇതൊക്കെയാണ് സംഭവം എന്നുള്ള കാര്യം. അങ്ങനെയുള്ളൊരു തലമുറ ഇനി ഉണ്ടാവട്ടെ. അത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. നല്ലൊരു നാളേക്ക് വേണ്ടി മാറ്റങ്ങൾ നല്ല നല്ല ആൾക്കാർ സ്വീകരിക്കട്ടെ. റിലീജിയസ് അല്ലാതെ ലോജിക്കലായിട്ടുള്ള റീസണിങ് കണ്ടുപിടിച്ച് നല്ലതിന് വേണ്ടി നാളെ സ്ട്രെസ്സും പല കാര്യങ്ങളും പ്രശ്നങ്ങളും ഒഴിവാക്കാതിരിക്കണം. നേരത്തെ നിഷാദ് പറഞ്ഞ പോലെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സെക്സിനെ പറ്റി നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ല മനുഷ്യരായിട്ട് പുറത്തു തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. അതെ.